ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തെന്ന് നിങ്ങൾ കരുതുന്നയാൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവാണെങ്കിലോ? ഈ ലോകത്തിൽ ഏറ്റവും വേദനിപ്പിക്കുന്ന കാര്യം ഒരു ശത്രുവിൽ നിന്നുമുണ്ടാവുന്ന ഉപദ്രവമല്ല, മറിച്ച് ഒരു സുഹൃത്തിൻ്റെ ഭാഗത്തു നിന്നുമുണ്ടാവുന്ന വഞ്ചനയാണ്. കാരണം ശത്രുവിൽ നിന്ന് നിങ്ങൾ ഉപദ്രവം മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ. പക്ഷേ സുഹൃത്തെന്ന് വിശ്വസിച്ച ഒരാൾ പിന്നിൽ കുത്തുമ്പോൾ ആ വേദന ആത്മാവിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലും. എന്തുകൊണ്ടാണിത് സംഭവിക്കുന്നത്? നമ്മൾ ആളുകളെ വിശ്വസിക്കുന്നു. നമ്മുടെ മനസ്സ്, നമ്മുടെ സമയം, നമ്മുടെ വികാരങ്ങൾ എല്ലാം നാം അവർക്ക് സമർപ്പിക്കുന്നു. പക്ഷേ ചിലർ ആ വിശ്വാസത്തെ ഒരു ആയുധമാക്കി മാറ്റുന്നു. കാരണം അവർ നിങ്ങളുടെ ദുർബലതകൾ അറിയുന്നു, നിങ്ങളുടെ രഹസ്യങ്ങൾ അറിയുന്നു, നിങ്ങളുടെ സ്വപ്നങ്ങൾ അറിയുന്നു. എന്നിട്ട് ആ വിവരങ്ങൾ ഉപയോഗിച്ച് അവർ നിങ്ങളെ നിയന്ത്രിക്കുന്നു. എന്നാൽ വ്യാജ സുഹൃത്തുക്കളെ നേരത്തെ തിരിച്ചറിയാൻ ചില വഴികളുണ്ട്. അവർക്കെല്ലാം സാധാരണയായി ഒരു പാറ്റേൺ ഉണ്ട്. അവരൊരു സ്ക്രിപ്റ്റ് പിന്തുടരുന്നു. നിങ്ങൾ ആ സ്ക്രിപ്റ്റ് മനസ്സിലാക്കിയാൽ നിങ്ങൾക്കവരുടെ കെണിയിൽ വീഴാതിരിക്കാം. ഈ വീഡിയോയിൽ നമുക്ക് വ്യാജ സുഹൃത്തുക്കളുടെ 7 കൃത്യമായ അടയാളങ്ങൾ പരിശോധിക്കാം. അവരെ മനസ്സിലാക്കാം, അവരിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാം. ഇവ നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോഗിച്ചാൽ നിങ്ങൾ ഒരിക്കലും വ്യാജ സുഹൃത്തുക്കളുടെ ഇരയാകില്ല. ഇതൊരു മുന്നറിയിപ്പ് മാത്രമല്ല, ഇതൊരു പുതിയ ജീവിതത്തിലേക്കുള്ള വാതിൽ തുറക്കലാണ്. കാരണം വ്യാജ സുഹൃത്തുക്കളെ ഒഴിവാക്കുമ്പോൾ യഥാർത്ഥ ബന്ധങ്ങൾക്ക് ഇടം ലഭിക്കും. നിങ്ങളുടെ ഊർജം, നിങ്ങളുടെ സമയം, നിങ്ങളുടെ സ്നേഹം ഇവയെല്ലാം യഥാർത്ഥ ബന്ധങ്ങളിൽ നിക്ഷേപിക്കപ്പെടും. അപ്പോൾ നിങ്ങളുടെ ജീവിതം എങ്ങനെ മാറും? അതിനുള്ള ഉത്തരമാണ് ഈ വീഡിയോ. ആദ്യത്തെ അടയാളമാണ് അവർ നിങ്ങളുടെ വിജയത്തിൽ സന്തോഷിക്കുന്നില്ല എന്നത്. ആദ്യത്തെ അടയാളം ഏറ്റവും വ്യക്തമാണ്, പക്ഷെ നമ്മൾ പലപ്പോഴും അത് അവഗണിക്കുന്നു. നിങ്ങളൊരു വിജയം നേടുമ്പോൾ നിങ്ങളുടെ സുഹൃത്ത് എന്തു ചെയ്യുന്നു? അവർ ആത്മാർത്ഥമായി സന്തോഷിക്കുന്നുണ്ടോ? അതോ അവരുടെ അഭിനന്ദനത്തിൽ ഒരു പക്ഷേ ഉണ്ടോ? നീ ഭാഗ്യവാനായിരുന്നു, അത് എളുപ്പമായിരുന്നു അല്ലേ? എനിക്കും അത് ചെയ്യാമായിരുന്നു, പക്ഷെ എനിക്ക് സമയമില്ലായിരുന്നു. ഇത്തരം വാക്കുകൾ ശ്രദ്ധിക്കുക. ഇവ വ്യാജ സുഹൃത്തുക്കളുടെ ആയുധങ്ങളാണ്. അവർ നിങ്ങളുടെ വിജയത്തെ ചെറുതാക്കുന്നു, കാരണം നിങ്ങളുടെ വിജയം അവരുടെ പരാജയത്തെ ഓർമ്മിപ്പിക്കുന്നു. അവർക്ക് നിങ്ങളുടെ വിജയം ആഘോഷിക്കാൻ കഴിയില്ല, കാരണം അവർ നിങ്ങളോട് മത്സരിക്കുന്നു. യഥാർത്ഥ സുഹൃത്ത് നിങ്ങളുടെ വിജയത്തിൽ അഭിമാനിക്കുന്നു. അവർ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. അവർ നിങ്ങളുടെ കൂടെ നിൽക്കുന്നു. വ്യാജ സുഹൃത്ത് മറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ അവർ നിങ്ങളെ താഴ്ത്താൻ ശ്രമിക്കുന്നു. ഇതെങ്ങനെ പരിശോധിക്കാം? നിങ്ങളുടെ വിജയത്തെക്കുറിച്ച് പറയുമ്പോൾ അവരുടെ കണ്ണുകളിൽ അസൂയ കാണുന്നുണ്ടോ? ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയുന്നു, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാത്തവൻ മിത്രത്തെപ്പോലും ശത്രുവാക്കും. കണ്ണുകൾ ആത്മാവിൻ്റെ കവാടമാണ്. അവിടെ നിങ്ങൾക്ക് സത്യം കാണാം. അടുത്ത തവണ നിങ്ങളൊരു നേട്ടം കൈവരിക്കുമ്പോൾ ആ സുഹൃത്തിൻ്റെ പ്രതികരണം നിരീക്ഷിക്കുക. അവരുടെ കണ്ണുകൾ, അവരുടെ ശരീരഭാഷ, അവരുടെ വാക്കുകൾ. എന്തെങ്കിലും പൊരുത്തക്കേട് തോന്നുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ സൂക്ഷിക്കുക, അതൊരു സൂചനയാണ്. രണ്ടാമത്തെ അടയാളം, അവർ നിങ്ങളുടെ ദുർബലതകളെ ആയുധമാക്കുന്നു. നിങ്ങളൊരു സുഹൃത്തിനോട് നിങ്ങളുടെ ഭയങ്ങൾ, നിങ്ങളുടെ ദുർബലതകൾ, നിങ്ങളുടെ ഭൂതകാലത്തിലെ തെറ്റുകൾ എന്നിവ പങ്കുവെക്കുന്നു. അത് സ്വാഭാവികമാണ്. സുഹൃത്തുക്കൾ തമ്മിൽ വിശ്വാസമുണ്ടാകണം. പക്ഷേ വ്യാജ സുഹൃത്ത് ഈ വിവരങ്ങൾ ശേഖരിക്കുന്നു. പിന്നീട് അവ ഉപയോഗിച്ച് നിങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു. അവരിടയ്ക്ക് നിങ്ങളുടെ ദുർബലതകൾ ഓർമ്മിപ്പിക്കും, പ്രത്യേകിച്ച് നിങ്ങൾ ആത്മവിശ്വാസത്തോടെ നിൽക്കുമ്പോൾ. നിനക്കിത് ചെയ്യാൻ കഴിയുമോ? ഓർക്കുന്നുണ്ടോ കഴിഞ്ഞ തവണ നീ പരാജയപ്പെട്ടത്? നീ എപ്പോഴും ഇങ്ങനെയാണ്, നിനക്കൊന്നും ശരിയായി ചെയ്യാൻ കഴിയില്ല. ഇത് ഒരു വിഷലിപ്തമായ ബന്ധത്തിൻ്റെ ലക്ഷണമാണ്. യഥാർത്ഥ സുഹൃത്ത് നിങ്ങളുടെ ദുർബലതകളെ മറികടക്കാൻ സഹായിക്കുന്നു. അവർ നിങ്ങളെ ഉയർത്തുന്നു. വ്യാജ സുഹൃത്ത് നിങ്ങളെ താഴ്ത്താൻ നിങ്ങളുടെ ദുർബലതകൾ ഉപയോഗിക്കുന്നു. ഇത് തിരിച്ചറിയാൻ നിങ്ങളുടെ ഭൂതകാലത്തിലെ ഒരു ദുർബലമായ നിമിഷം ഓർക്കുക. ആ സുഹൃത്ത് അതെങ്ങനെ കൈകാര്യം ചെയ്തു? അവർ നിങ്ങളോട് സഹാനുഭൂതി കാണിച്ചോ?
അതോ അവർ അത് ആയുധമാക്കിയോ? ഉത്തരം നിങ്ങൾക്കറിയാം. മൂന്നാമത്തെ അടയാളം, അവർ നിങ്ങളുടെ സമയത്തെ മാനിക്കുന്നില്ല. സമയം നമുക്ക് ഏറ്റവും വിലപ്പെട്ടതാണ്. അതൊരിക്കലും തിരികെ കിട്ടില്ല. വ്യാജ സുഹൃത്ത് നിങ്ങളുടെ സമയത്തിന് ഒരു വിലയും കൽപ്പിക്കുന്നില്ല. അവർ എപ്പോഴും വൈകും, അവർ പ്ലാനുകൾ റദ്ദാക്കും, അവർ നിങ്ങളെ കാത്തിരിപ്പിക്കും. ഇതൊരു അപമാനമാണ്. എന്റെ സമയം നിന്റെ സമയത്തേക്കാൾ വിലപ്പെട്ടതാണ് എന്നവർ പറയുകയാണ്. യഥാർത്ഥ സുഹൃത്ത് നിങ്ങളുടെ സമയത്തെ ബഹുമാനിക്കുന്നു. അവർ കൃത്യനിഷ്ഠ പാലിക്കുന്നു. അവർ മുൻകൂട്ടി അറിയിക്കുന്നു. ഇത് മനസ്സിലാക്കാൻ ലളിതമായൊരു പരിശോധന നടത്താവുന്നതാണ്. അടുത്ത തവണ നിങ്ങളൊരു കൂടിക്കാഴ്ച നിശ്ചയിക്കുമ്പോൾ ആ സുഹൃത്ത് എത്രത്തോളം കൃത്യനിഷ്ഠ പാലിക്കുന്നു എന്ന് നോക്കുക. അവർ ഒരു കാരണവും പറയാതെ വൈകിയാൽ അതൊരു അടയാളമാണ്. അവർ നിരന്തരം ഇങ്ങനെ ചെയ്യുന്നുവെങ്കിൽ അവർ നിങ്ങളെ വിലമതിക്കുന്നില്ല. നാലാമത്തെ അടയാളം, അവർ നിങ്ങളുടെ വിജയത്തെ അസൂയയോടെ നോക്കുന്നു. ഇത് ആദ്യ അടയാളത്തിന്റെ തുടർച്ചയാണ്. വ്യാജ സുഹൃത്ത് നിങ്ങളുടെ വിജയത്തെ അസൂയയോടെ നോക്കുന്നു. അവർക്ക് നിങ്ങളുടെ നേട്ടങ്ങൾ അവർക്ക് സഹിക്കാൻ കഴിയില്ല. അവർ നിങ്ങളെ താഴ്ത്താൻ ശ്രമിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ വിജയത്തെ ഭാഗ്യം എന്ന് വിളിക്കും. എന്നാൽ നിങ്ങൾ പരാജയപ്പെടുമ്പോൾ അവർ സന്തോഷിക്കുന്നു. അവർ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നതായി നടിക്കും, പക്ഷേ അവരുടെ കണ്ണുകളിൽ ഒരു തിളക്കമുണ്ടാകും. ഇത് വളരെ വേദനാജനകമാണ്, പക്ഷേ നിങ്ങളിത് അംഗീകരിക്കണം. ഒരു യഥാർത്ഥ സുഹൃത്ത് നിങ്ങളുടെ വിജയത്തിൽ സന്തോഷിക്കുക മാത്രമല്ല, നിങ്ങളുടെ പരാജയത്തിൽ നിങ്ങളോടൊപ്പം നിൽക്കുകയും ചെയ്യും. അവർ നിങ്ങളെ ഉയർത്തും. എന്നാൽ വ്യാജ സുഹൃത്ത് നിങ്ങളുടെ പരാജയത്തിൽ ആഹ്ലാദിക്കും. അഞ്ചാമത്തെ അടയാളം, അവർ നിങ്ങളെ മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തുന്നു. നോക്കൂ, നിന്റെ സഹോദരൻ അല്ലെങ്കിൽ സഹോദരി എത്ര നന്നായി ചെയ്യുന്നു. അവനെപ്പോലെ അല്ലെങ്കിൽ അവളെപ്പോലെ ആകാൻ ശ്രമിക്കൂ. നീ എന്തുകൊണ്ട് അവളെപ്പോലെയല്ല അല്ലെങ്കിൽ അവനെപ്പോലെയല്ല? ഇത്തരം താരതമ്യങ്ങൾ വ്യാജ സുഹൃത്തുക്കളുടെ പ്രിയപ്പെട്ട തന്ത്രമാണ്. അവർ നിങ്ങളെ മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തി നിങ്ങളുടെ ആത്മവിശ്വാസം തകർക്കുന്നു. അവർ നിങ്ങളെ ഒരു മത്സരത്തിൽ നിർത്തുന്നു. അതിൽ നിങ്ങൾക്കൊരിക്കലും ജയിക്കാൻ കഴിയില്ല. യഥാർത്ഥ സുഹൃത്ത് നിങ്ങളെ നിങ്ങളായി സ്വീകരിക്കുന്നു. അവർ നിങ്ങളുടെ വ്യക്തിത്വത്തെ ബഹുമാനിക്കുന്നു. അവർ നിങ്ങളെ മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തുന്നില്ല, കാരണം നിങ്ങൾ അതുല്യനാണെന്ന് അവർക്കറിയാം. ആറാമത്തെ അടയാളം, അവർ നിങ്ങളുടെ അഭിപ്രായത്തെ വിലമതിക്കുന്നില്ല. നിങ്ങൾ എന്തെങ്കിലും പറയുമ്പോൾ വ്യാജ സുഹൃത്ത് നിങ്ങളെ തടസ്സപ്പെടുത്തുന്നു. അവർ നിങ്ങളുടെ അഭിപ്രായത്തെ അവഗണിക്കുന്നു. അവർ നിങ്ങളുടെ ആശയങ്ങളെ പരിഹസിക്കുന്നു. അവർ നിങ്ങളുടെ സംഭാഷണങ്ങളെ എപ്പോഴും തങ്ങളിലേക്ക് തിരിച്ചുവിടുന്നു. ഇതൊരടയാളമാണ്. നിങ്ങൾ അവർക്കൊരു വിലപ്പെട്ട വ്യക്തിയല്ല, നിങ്ങളൊരു ശ്രോതാവ് മാത്രമാണ്. യഥാർത്ഥ സുഹൃത്ത് നിങ്ങളുടെ അഭിപ്രായത്തെ മാനിക്കുന്നു. അവർ നിങ്ങളെ ശ്രദ്ധിക്കുന്നു. അവർ നിങ്ങളുടെ ആശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. ഏഴാമത്തെ അടയാളം, അവർ നിങ്ങളുടെ രഹസ്യങ്ങൾ മറ്റുള്ളവരോട് പറയുന്നു. ഇത് ഏറ്റവും വ്യക്തമായ അടയാളമാണ്. നിങ്ങളൊരു രഹസ്യം പങ്കുവെക്കുന്നു, പിന്നീടത് മറ്റുള്ളവരിൽ നിന്ന് കേൾക്കുന്നു. വ്യാജ സുഹൃത്ത് നിങ്ങളുടെ രഹസ്യങ്ങൾ ഒരു ഉപാധിയായി ഉപയോഗിക്കുന്നു. അവരത് മറ്റുള്ളവരോട് പറഞ്ഞ് സ്വയം പ്രാധാന്യം നേടുന്നു. ഒരു വ്യാജ സുഹൃത്ത് നിങ്ങളുടെ മുന്നിൽ മധുരവും പിന്നിൽ വിഷവും പകരും. നിങ്ങളുടെ സുഹൃത്ത് മറ്റുള്ളവരോട് നിങ്ങളെക്കുറിച്ച് എന്താണ് പറയുന്നത്, അത് ശ്രദ്ധിക്കുക. യഥാർത്ഥ സുഹൃത്ത് നിങ്ങളുടെ രഹസ്യങ്ങൾ അവരുടെ മനസ്സിലെ കല്ലറയിൽ സൂക്ഷിക്കുന്നു. അവർ നിങ്ങളുടെ വിശ്വാസത്തെ ബഹുമാനിക്കുന്നു. അവരൊരിക്കലും നിങ്ങളുടെ രഹസ്യങ്ങൾ മറ്റുള്ളവരോട് പറയില്ല. ഇപ്പോൾ നിങ്ങൾക്ക് വ്യാജ സുഹൃത്തുക്കളുടെ 7 അടയാളങ്ങൾ അറിയാം. അടുത്തത് ആത്മപരിശോധനയാണ്. നിങ്ങളുടെ സുഹൃത്തുക്കളുടെ പട്ടിക എടുക്കുക. ഓരോരുത്തരെയും ഈ 7 അടയാളങ്ങളുമായി താരതമ്യപ്പെടുത്തുക. ആത്മാർത്ഥതയോടെ ചെയ്യുക. ആരെങ്കിലും 3 അല്ലെങ്കിൽ അതിലധികം അടയാളങ്ങൾ കാണിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ അവർ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വിഷലിപ്തമായ ബന്ധമാണ്. ഇതത്ര എളുപ്പമല്ല. നിങ്ങൾ ആളുകളെ സ്നേഹിക്കുന്നു, അവരെ വിശ്വസിക്കുന്നു. പക്ഷേ നിങ്ങളുടെ മാനസികാരോഗ്യം, നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ ഭാവി, ഇവയെല്ലാം യഥാർത്ഥ ബന്ധങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. വ്യാജ സുഹൃത്തുക്കൾ നിങ്ങളുടെ ഊർജം വറ്റിക്കുന്നു. അവർ നിങ്ങളുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നു. ശാന്തമായും
ശക്തമായും എങ്ങനെ വ്യാജ സുഹൃത്തുക്കളിൽ നിന്നും അകലം പാലിക്കാം എന്ന് നോക്കാം. വ്യാജ സുഹൃത്തുക്കളിൽ നിന്ന് അകലം പാലിക്കുക എന്നത് എളുപ്പമല്ല. അവർ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്, പക്ഷേ അതാവശ്യമാണ്. അതുകൊണ്ട് ക്രമേണ അവരിൽ നിന്ന് അകന്നു നിൽക്കുക. ഒറ്റയടിക്ക് വേർപിരിയണ്ട, പക്ഷേ അകലം സൃഷ്ടിക്കുക. ഇത് ശാന്തമായും ശക്തമായും ചെയ്യുക. നിങ്ങൾക്ക് അവരോട് വെറുപ്പ് തോന്നേണ്ടതില്ല. അവരെ മനസ്സിലാക്കുക. അവർ അവരുടെ സ്വന്തം പ്രശ്നങ്ങളുമായി പൊരുതുകയാണ്. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ അവർക്ക് സ്ഥാനമില്ല. അതുകൊണ്ട് ക്രമേണ അകലം പാലിക്കുക. അനാവശ്യമായ കൂടിക്കാഴ്ചകൾ കുറയ്ക്കുക. അവരുടെ കോളുകൾക്ക് അനാവശ്യമായ മറുപടി നൽകാതിരിക്കുക. നിങ്ങളുടെ ഊർജം യഥാർത്ഥ ബന്ധങ്ങളിൽ നിക്ഷേപിക്കുക. നിങ്ങളുടെ ഊർജം നിങ്ങളുടെ സ്വപ്നങ്ങളിൽ കേന്ദ്രീകരിക്കുക. വ്യാജ സുഹൃത്തുക്കൾ നിങ്ങളെ വ്യതിചലിപ്പിക്കാൻ ശ്രമിക്കും. അതിന് അവരെ അനുവദിക്കരുത്. ഓർക്കുക, നിങ്ങളൊരു വ്യാജ സുഹൃത്തിനെ ഒഴിവാക്കുമ്പോൾ നിങ്ങളൊരു യഥാർത്ഥ സുഹൃത്തിന് ഇടം നൽകുകയാണ് ചെയ്യുന്നത്. പുതിയ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ സ്വഭാവം നിരീക്ഷിക്കുക. അവർ നിങ്ങളുടെ വിജയത്തിൽ സന്തോഷിക്കുന്നുണ്ടോ? അവർ നിങ്ങളുടെ സമയത്തെ മാനിക്കുന്നുണ്ടോ? അവർ നിങ്ങളുടെ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കുക. ഒരു നല്ല സുഹൃത്ത് നിങ്ങളെ ഉയർത്തുന്നു. അവർ നിങ്ങളുടെ കൂടെ നിൽക്കുന്നു. അവർ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പോസിറ്റീവ് എനർജിയാണ്. ഇതൊരു പ്രക്രിയയാണ്. അതുകൊണ്ട് വേഗത്തിൽ തീരുമാനമെടുക്കരുത്. ആളുകളെ അറിയാൻ സമയമെടുക്കുക. അവരുടെ പ്രവൃത്തികൾ നിരീക്ഷിക്കുക. കാരണം അവരുടെ വാക്കുകളല്ല, അവരുടെ പ്രവൃത്തികളാണ് പ്രധാനം. ഓർക്കുക, ഓരോ വ്യാജ സുഹൃത്തും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പാഠമാണ്. അവർ നിങ്ങളെ ശക്തനാക്കുന്നു, നിങ്ങളെ കൂടുതൽ ജാഗ്രതയുള്ളവനാക്കുന്നു. വ്യാജ സുഹൃത്തുക്കളെ ഒഴിവാക്കിയതിനു ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ശൂന്യത തോന്നിയേക്കാം. പക്ഷേ അത് താൽക്കാലികമാണ്. ആ ശൂന്യത പുതിയ യഥാർത്ഥ ബന്ധങ്ങളാൽ നിറയും. നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കും. നിങ്ങളുടെ സമയം നിങ്ങൾക്കായി ലഭിക്കും. നിങ്ങളുടെ ഊർജം നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ കേന്ദ്രീകരിക്കും. നിങ്ങളുടെ ജീവിതം നിങ്ങളുടേതാണ്. അത് മറ്റാരും ജീവിക്കില്ല. നിങ്ങൾ ശക്തനാണ്. നിങ്ങളുടെ ഉള്ളിലൊരു അഗ്നിയുണ്ട്. അത് കെടുത്താൻ ആരെയും അനുവദിക്കരുത്. ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വ്യാജതയെ മുറിച്ചു മാറ്റുക. യഥാർത്ഥതയെ സ്വീകരിക്കുക. നിങ്ങളുടെ ലോകം തന്നെ മാറും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്താലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും. വളരെ ഉപകാരപ്രദമായ ഒരു വിഷയവുമായി വീണ്ടും നമുക്ക് കാണാം. സ്നേഹത്തോടെ എല്ലാവർക്കും നന്ദി. നമസ്കാരം.